मेरे प्यारे बच्चों सलाम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ പരീക്ഷകളൊക്കെ ഇങ്ങനെ എഴുതി അവസാന സമയങ്ങളിലേക്ക് എത്തുകയാണ് അല്ലേ? നമ്മുടെ അവസാന പരീക്ഷകളിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പൊ ഈ വരുന്ന തിങ്കളാഴ്ച ഇനി നമുക്ക് വരുന്നത് ഹിന്ദി എക്സാം ആണ്. ആ ഹിന്ദി എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് 100% ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഥവാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സാർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മക്കളെയും നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. മക്കളെ, ഇതാണ് ആ ചോദ്യം. ചോദ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂചന നോക്കൂ. സങ്കേത് പടേ ഓർ പ്രശ്നോ കെ ഉത്തർ ലീഗ് എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട പരിപാടി. അപ്പൊ നമുക്ക് നോക്കാം. നാം ജവഹർലാൽ നെഹ്റു. അപ്പൊ നാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പേരാണ്. അപ്പൊ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്, നമുക്ക് മനസ്സിലായി. പിന്നെ നോക്കിക്കോ, ജനനം ഇലഹബാദ് ആണ്. ഇലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, ജനനം, ജനിച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കോടാ, മാതാവിന്റെ പേര് അല്ലെ സ്വരൂപ് റാണി എന്നാണ്. പിന്നെ നോക്കിക്കൂടാ, പിതാവ് എന്താണ്, മോത്തിലാൽ നെഹ്റു എന്നാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. മാതാവ്, പിതാവ് ആരാ? മാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. അതേപോലെ പിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവാണ്, അഥവാ അച്ഛനാണ്. ഓക്കെ, ഇനി നോക്കിക്കോ, ഭാരത് കെ പ്രഥമ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ പറയുന്നുണ്ട് ബച്ചെ പ്യാർ സേ, കുട്ടികൾ പ്യാർ സേ, സ്നേഹത്തോടെ അല്ലേ, സ്നേഹത്തോടെ എന്താണ് വിളിച്ചിട്ടുള്ളത്? ചാച്ചാജി ബുലാത്തെ, ചാച്ചാജി എന്ന് വിളിച്ചു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഹിൻസ്, നമുക്ക് തന്നിട്ടുള്ളത്. ഇനി 2 ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ഹിൻസ് വെച്ച് കണ്ടെത്തിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നെഹ്റുജി കോ ബच्चे പ്യാർ സേ ക്യാ ബുലാത്തെ ഹേ? നെഹ്റുജീവിനെ, അതായത് ജവഹർലാൽ നെഹ്റുവിനെ നമ്മളോട് പറയുന്നുണ്ട് ബച്ചോ, കുട്ടികൾ, പ്യാർ സേ, സ്നേഹത്തോടെ. പ്യാർ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ബുലാത്തെ ഹേ വിളിച്ചിരുന്നത്. അപ്പൊ കുട്ടികൾ സ്നേഹത്തോടെ ജവഹർലാൽ നെഹ്റുവിനെ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? നോ ഡൗട്ട് പ്യാർ സേ ചാച്ചാജി ബുലാത്തെ ഹേ, ചാച്ചാജി എന്ന് വിളിച്ചിട്ടുണ്ട്. ചാച്ചാജി എന്ന് എഴുതി കൊടുത്താൽ 1 മാർക്കായി. ഇനി ഇതിൽ തന്നെ നമുക്ക് 4 മാർക്ക് കിട്ടുന്ന മറ്റൊരു ചോദ്യമാണ്. നെഹ്റുജിക്ക് പ്രൊഫൈൽ തയ്യാർ കരേ. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. സിമ്പിളാണ്, ഇതിന്റെ ഉത്തരം മുഴുവൻ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വളരെ ലളിതമായിട്ടാണ് സാർ പറയുന്നത്. നോക്കിക്കോ, ഒരു മനോഹരമായിട്ടുള്ള കള്ളി വരക്കുന്നു, പ്രൊഫൈൽ എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സൂചകങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാം. നാം ജവഹർലാൽ നെഹ്റു, ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തോളി, ചാച്ചാജി എന്ന് കൊടുത്തോളി. ഇതൊക്കെ ഇതിന്ന് നോക്കി ഇങ്ങോട്ട് എഴുതിയാൽ മതി. ജന്മ പറഞ്ഞു, ഇലഹബാദ് കൊടുത്തു. ഇനി മാതാ ഓർ പിതാ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വേറെ വേറെ ആക്കിയിട്ട് മാതാവ് അടിയിൽ പിതാ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ മാതാ ഓർ പിതാ എന്ന് പറയുമ്പോൾ മോത്തിലാൽ നെഹ്റു ഓർ സ്വരൂപ് റാണി എന്നാക്കി നമ്മൾ കൊടുക്കുന്നു. പിന്നെ കാര്യക്ഷേത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ്, അഥവാ ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇത്തരത്തിൽ കൂടി നിങ്ങൾ എഴുതിയാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിന് 1 മാർക്കും കിട്ടും. ടോട്ടൽ 5 മാർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഓണപരീക്ഷയിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് സാർ ഇതിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇതേപോലുള്ള ഒരു ചോദ്യം മറ്റന്നാൾ വരുന്ന നമ്മുടെ തിങ്കളാഴ്ചത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതൂലടാ മക്കളെ? സെറ്റ് ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് സാർ ഇനിയും വരും. ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഉണ്ട്. അതിന് എന്റെ എല്ലാ മക്കളും കയറി വാ. നാളെ നമ്മുടെ മെഗാ മാരത്തോൺ ആണ്, അതിന് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അഗല വീഡിയോ മേ സാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.